ഹലോ ഗൈസ്, അപ്പം ഇത് ഞാൻ 5-ാം തീയതി എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. ഇപ്പം ഒരു 4 ദിവസമായി കാണും, അല്ല 3 ദിവസമായി. നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പം അത് നമ്മൾ അൺബോക്സ് ചെയ്തതാണ്. അതാണ് വീഡിയോ ഗൈസ്. നമ്മൾ ഒരു കുക്ക് വെയർ സെറ്റായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരെണ്ണം തന്നെ ഫ്രൈ പാൻ, ഒരു സോസ് പാൻ, പിന്നെ ഒരു തട്ക പാൻ, അതുപോലെ തന്നെ പിന്നെ ഒരു താളിപ്പ് ചട്ടി ഗൈസ്, അതും കൂടെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫ്രൈ പാൻ്റെ പിടി ഒടിഞ്ഞു പോയതായിരുന്നു. പക്ഷെ അത് നമ്മൾ റിട്ടേൺ ചെയ്തില്ല കേട്ടോ. കാരണം അത് എന്തോ നമുക്ക് തോന്നി അത്രയ്ക്ക് വലുതായിട്ട് അങ്ങ് പീസായൊന്നും പോയില്ല, 2 പീസായി പകുതിക്ക് ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് ഒട്ടിച്ചെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒട്ടിക്കാന്ന് വെച്ചിട്ട് അത് റിട്ടേൺ ചെയ്തില്ല. റിട്ടേൺ ചെയ്യാമെന്ന് വെച്ചിരുന്നതാണ്. പിന്നെ വിചാരിച്ചു എന്തിനാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാത്രമായിരുന്നു. 650 രൂപയ്ക്കാണ് കേട്ടോ 4 പാത്രം കിട്ടിയത്. പക്ഷേ ഞാനിപ്പം ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ ഇതിന് 604 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഡെലിവറി ചാർജ് ഉൾപ്പെടെ നമുക്കായത് 657. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി ചാർജ് ഉൾപ്പെടെ 611 രൂപ ആവുന്നുള്ളൂ ഗൈസ്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ചായപാത്രം വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള 1 ലിറ്ററിൻ്റെ ചായപാത്രമാണ്. നല്ല നോൺ സ്റ്റിക്കാണ് ചായപാത്രമൊക്കെ വന്നിട്ടുള്ളത്. സോ വേറൊരു പിടിക്കും കുഴപ്പമില്ലേനു. ഇതിൻ്റെ ആ ഒരു ഫ്രൈ പാൻ്റെ പിടിക്കായിരുന്നു പൊട്ടിപ്പോയത്. സോ ഗൈസ്, നമ്മൾ ഇത് പിന്നെ പൊട്ടിച്ചില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിടി പൊട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു റിട്ടേൺ ചെയ്യാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ പിറ്റേന്ന് നമുക്ക് വേറൊരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതാണ് പിറ്റേന്ന് വന്ന ഡെലിവറി. ഇത് ഒരു 5 പാത്രത്തിൻ്റെ സെറ്റായിരുന്നു. അതിലും കുറച്ച് പോറലും ചീറ്റലും ഒക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല. അത് 450 രൂപയായിരുന്നു കേട്ടോ 5 പാത്രത്തിനും കൂടെ. അത് അത്യാവശ്യം നല്ല പാത്രം തന്നെയാണ്. സോ അതായത് ഡെലിവറി ചാർജ് ഉൾപ്പെടെയുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് 291 ആണ് ആയത്. പിന്നെ ഇത് നമ്മൾ ഇപ്പം നോക്കിയപ്പോൾ ഏകദേശം 270 രൂപയുള്ളൂ. ഡെലിവറി ചാർജ് ഉൾപ്പെടെ 427 രൂപയാണ് കേട്ടോ ആവുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാത്തിനും വില കുറഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ. ഇതാണ് ഏറ്റവും വലിയ പാത്രം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ പാത്രങ്ങൾ 5 പാത്രം കേട്ടോ. 5 പാത്രത്തിനും കൂടെ 450 രൂപയാണായത്. എനിക്ക് ലാഭമായിട്ടാണ് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ 5 പാത്രം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 5 പാത്രം 450 രൂപയ്ക്കൊന്നും ജന്മത്ത് പ്രതീക്ഷിച്ചാൽ പോലും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല വെയിറ്റുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലായിരുന്നു. അതുകൊണ്ടും കൂടെയാണ് വാങ്ങിച്ചത് ഗൈസ്. അപ്പം ഓക്കെ, അപ്പം നമ്മൾ ആ സാധനങ്ങൾ പൊട്ടിച്ചു കേട്ടോ. പിന്നീട് നമ്മൾ ഇന്നലെ 5-ാം തീയതി വന്ന ഓർഡർ പൊട്ടിച്ചായിരുന്നു. ഇത് ഇപ്പോഴാണ് കേട്ടോ ആ ഫ്രൈ പാൻ പൊട്ടിക്കുന്നത്. നമ്മൾ റിട്ടേൺ ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോഴാണ് പൊട്ടിക്കുന്നത്. നോക്കാം. എനിക്കാണെങ്കിൽ ആ പ്ലാസ്റ്റിക് കവർ കീറി അതങ്ങ് പുറത്തെടുത്തോളാൻ വയ്യ. ഞാൻ അതിനെ വളരെ ക്രൂരമായി അതിനെ ഒരു കീറിക്കൊണ്ടാണ് ഞാൻ ഇതാക്കുന്നത്. കണ്ടില്ലേ, ഞാൻ പറിച്ചങ്ങ് എടുക്കുകയാണ്. സോ ഇത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ചെറുതായിരുന്നു ഈ പാൻ. പക്ഷേ 650 രൂപയ്ക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഭയങ്കര അടിപൊളിയാണ്. കടയിൽ ചെല്ലുകയാണെങ്കിൽ ഒരു പാത്രത്തിന് 650 രൂപയാവുമല്ലോ. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോഴത്തേക്കിനും ഇങ്ങനെ കിട്ടിയതാണ് കാര്യം. അതുകൊണ്ടാണ് ഓർഡർ ചെയ്തത്. എൻ്റെ താത്ത ഇവിടെ അടുത്ത് കിടന്ന് ചിരിക്കുവാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്മച്ചിമാരെ പോലെ സംസാരിക്കുകയാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിന് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ 650 രൂപയാവുമല്ലോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ ഒരു അമ്മ വൈബൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ താത്ത അടുത്തിടന്ന് ചിരിക്കേണ്ടത് ഇതായിരുന്നു കേട്ടോ ഫ്രൈ പാൻ. ആൻഡ് ഇങ്ങനെ ഇത്രയും പാത്രങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. ഒരു ചായപാത്രം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായത് അത് 1 ലിറ്ററിൻ്റെ തന്നെയായിരുന്നു. പിന്നെ 1 ലിറ്ററിൻ്റെ ചായപാത്രം ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്രൈ പാൻ കോംബോ അത് തന്നെ 1 ലിറ്ററിൻ്റെ ഒരു ചായപാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഫ്രൈ പാൻ്റെ പിടി ഒടിഞ്ഞത്. സോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. എത്രയുള്ളൂ. ബൈ.